വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അവശാരെ ഇന്ന് നമ്മൾ നിൽക്കുന്നത് എവിടെ വെച്ച് കഴിഞ്ഞാൽ വയനാടിന്റെ സ്വന്തം നെല്ലാർച്ചാൽ എന്ന സ്ഥലത്താണ് കേട്ടോ. അതായത് മേപ്പാടിയിൽ നിന്നും നമ്മളെ മുട്ട് റോഡിലേക്ക് വന്നാൽ മതി. അപ്പൊ നിങ്ങൾക്ക് നെല്ലാർച്ചാൽ എന്ന സ്ഥലം കാണാം. അടിപൊളി പ്ലേസ് ആണ്. എന്താ പറയുക, ഒരു ഡാമൊക്കെ നിർമ്മിക്കാൻ പറ്റിയ അത്ര ഒരു സ്പേസിലുള്ള ഒരു ചെറിയൊരു കായൽ പോലത്തെ സ്ഥലമാണ്. പിന്നെ ചെറിയ ചെറിയ താമരകളും നല്ല അടിപൊളി താമരകളൊക്കെ ഉള്ള ഒരു കുളം. ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ വരുന്ന ഒരു പ്ലേസ് ആണ്. നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള പ്ലേസ്. മൈതാനം, ഷൂട്ടിംഗ് പോയിന്റ് ഒക്കെ അല്ലേ നമ്മളെ ഊട്ടിയിൽ, അതുപോലത്തെ സ്ഥലം കേട്ടോ. അപ്പൊ ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. എങ്ങനെയുണ്ട് അപ്പൊ നെല്ലാർച്ചാല്? അടിപൊളിയായിട്ട് അങ്ങനെ കാലിവളത്തിലൊക്കെ ഉള്ളവർക്ക് പറ്റിയ നല്ല പുല്ലും കാര്യങ്ങളൊക്കെ ഉള്ള കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. വരിവരിയായിട്ട് പോണേ നല്ല അനുസരണമുള്ള ബൈക്കുകളല്ലേ, വെള്ളയും ചാരനറും പുള്ളിയൊക്കെ ഉണ്ടായിട്ട് നൈസ്. അപ്പൊ നമ്മൾ നെല്ലാർച്ചാലിന്റെ ഭംഗി കാണിച്ചു തരാൻ പോകാൻ കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ഇവിടെ വരുമ്പോൾ നല്ലൊരു മൈതാനം കാണാം. കാർ പാർക്കിങ് കാര്യങ്ങളൊക്കെ, പാർക്കിംഗ് അത്രയും വിശാലമായിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ. പിന്നെ ഇത് ഓപ്പൺ പ്ലേസ് ആണ്, ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. ഫാമിലിക്ക് ആർക്കും ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ വരാൻ പറ്റിയ അടിപൊളി പ്ലേസ് കേട്ടോ. നല്ല ഒരു എന്താ പറയുക, നാച്ചുറലായിട്ട് അടിപൊളി പ്ലേസ്. അങ്ങനെ ഫ്രീ ആയിട്ട് വന്ന് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. ഇത് അടിയിലേക്ക് ഇറങ്ങി നോക്കാം. നല്ല കൃഷിയിടങ്ങളും അതേപോലെ തന്നെ തമിഴ്നാട് ദൂരത്തെ അടിപൊളിയായിട്ടുള്ള മലനിരകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ നെല്ലാർച്ചാലിൻ്റെ ഒരു ഭാഗത്തേക്ക് തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല പച്ചപ്പ് തിരിച്ച നല്ല മൈതാനവും അതേപോലെ തന്നെ നല്ല ക്ലൈമറ്റ് ആട്ടോ. അപ്പോൾ ഒന്നും പറയാനില്ല. നല്ല ചെറിയ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കാലികളൊക്കെ അങ്ങനെ മേഞ്ഞ് നടക്കുന്നുണ്ട്. പിന്നെ കുറേ ഫാമിലീസൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ആഘോഷിച്ചിരിക്കുന്നുണ്ട്. നല്ലൊരു അടിപൊളി ക്ലൈമറ്റ്. ഞാൻ അങ്ങോട്ട് നെല്ലാർച്ചാലിൻ്റെ മെയിൻ വ്യൂ ഞാൻ അത് കാണിച്ചു തരാൻ പോവാണ്. മഴ പെയ്ത് ലോക്കായി എന്നാ മഴ പെയ്ത്. അപ്പോൾ അതാ കണ്ടോ, ഞാൻ വണ്ടി ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും. അല്ലെങ്കിൽ ഞാനും എൻ്റെ കൂടെ ഉള്ളവരൊക്കെ നേരം ഉറപ്പാണ്. അതുപോലെ നമുക്ക് നെല്ലാർച്ചാൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെ ഇതാണോ നെല്ലാർച്ചാൽ ഫുള്ളായിട്ട് കാണുന്നത്. കണ്ടോ, അവിടുത്തെ കായൽ അല്ലെങ്കിൽ ഡാമൊക്കെ കാണാം. ഞാൻ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ ആകെ നനയുന്നത് പോലാണ്. അപ്പോൾ ഗൈസ് മഴ പെയ്ത് ആകെ ലോക്കായി. വണ്ടി ഇട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടാണ് ഇതിൻ്റെ എക്സ്പീരിയൻസ് കേട്ടോ. ഓവറോടാ മുകളിലേക്ക് വന്നിട്ട് വണ്ടിയുടെ പാർക്ക് വെച്ചായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഏതായാലും നമ്മൾ മഴ കൊണ്ടിട്ട് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. നല്ല ചെറിയ സ്റ്റാറ്റിൽ മഴ കേട്ടോ. കുഴപ്പമില്ല, മഴ കൊണ്ടാലും അത്യാവശ്യം മുതലാണ് അതാണ്. ഇവിടെയൊക്കെ ചെറിയ ആമ്പലിങ്ങനെ പൊള്ളി ഇങ്ങനെ കാറ്റും മഴയും ഒക്കെ കൂടെ കൊണ്ടിട്ട് നല്ല തണുപ്പ്. ഇവിടെ ഒരു കാലി മാത്രമാണല്ലോ നിൽക്കുന്നത്. ഒരു പശുവിനെ മാത്രം ആരും കൊണ്ടിരിച്ചു വന്നിട്ട് പാവം ഒറ്റക്ക് സിംഗിളും ആണ്, മിംഗിളായിട്ടില്ല. അടിപൊളി പ്ലേസ് അടിപൊളി പ്ലേസ്. ഇവിടെ ബോട്ടിങ് ഉണ്ടാവില്ല, എന്താ ദൂരെ ബോട്ടിങ് പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നടക്കാനുള്ള നല്ലൊരു ഏരിയയാണ്. നമുക്ക് ആമ്പൽ പറിക്കാൻ പറ്റുമോ നോക്കാം. ആമ്പൽ പാടം ഒക്കെ കാണുന്നത് ഒരു ഡാമിൻ്റെ ഭാഗമാണ്. ഇവിടെ ഡാമുണ്ട് എനിക്കല്ല, ഇങ്ങോട്ട് പറഞ്ഞ നാച്ചുറലി നെല്ലാർച്ചാലെന്നാണ്. ഡാമിൻ്റെ പ്രൊജക്റ്റാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പറയുന്ന കാര്യങ്ങളെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ നല്ല അമ്പൽ കാണുന്നുണ്ടോ നിങ്ങൾ? വീഡിയോയിൽ മഴ ക്യാമറയിലേക്ക് നല്ല ഒറ്റയ്ക്ക് ഞാൻ കാണുക. കണ്ടോ, ഇതാണ് അമ്പൽ. പറിക്കാൻ എങ്ങനെ പറ്റുമെന്ന് നമുക്ക് ശ്രമിച്ചു നോക്കാം. അവിടെ കുറേ പെണ്ണുങ്ങളെന്തോ തപ്പിടുന്നു, മീനെ ചൂണ്ടൽ എന്തോ ആണ്. ജസ്റ്റ് നമുക്ക് പോയേക്കാം അങ്ങോട്ട്. എന്താണ് കുറച്ച് സ്ത്രീകൾ മീൻ പിടിക്കുന്നുണ്ടോ. നമ്മളൊക്കെ അങ്ങാണ് കൂടുതലും ഇവിടെ സ്ത്രീകളും. പോയേക്കാം, കിട്ടിയോ കേട്ടോ. വലിയ മീനൊക്കെ ഉണ്ടതില്. ഏതാ കട്ടിലേ കിലോപ്പി എന്നൊക്കെ അല്ലേ? ഇവിടെ സ്ഥിരം വരെ ഉണ്ടോ മീൻ പിടിക്കാൻ? നമുക്ക് മീൻ കിട്ടിയില്ല. മഴ ആകെ ഒരു ഓമ്പിക്കാൻ ലക്ഷാട്ടോ. മീനാണ് ചേച്ചി
നമുക്ക് ആ സാധനം കിട്ടാൻ വല്ല വഴിയുണ്ടോ? പറ്റില്ല, ആയം കൂടുതലല്ലേ ഇവിടെ. അരികില്ല, അരികിലവിടെ ഇല്ലല്ലേ? ഇതിപ്പോ സീസൺ കഴിഞ്ഞതാണോ? ഫുള്ളുണ്ടാവോ അത്? ഇപ്പൊ സീസൺ കഴിഞ്ഞതാ? അപ്പൊ അവര് പറയണത് കാണുന്ന ഏരിയ മൊത്തം സീസൺ ഉണ്ടാകുന്ന കേട്ടോ. ഫാമിലീസൊക്കെ അവിടെ കുറെ കൂടി നിൽക്കുന്നത്. ഞങ്ങളെ മഴക്കാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. ഇതൊരു റിസൾട്ട് നിങ്ങളാണ് തരുന്നത്. ലൈക്കും ഷെയറും കമൻറ്റൊക്കെ അടിച്ചിട്ടോ. ഒരു ഡോഗ് ചാടി വരുന്നുണ്ട്. അവരെ കാവൽക്കാരനാണോ തോന്നുന്നത്.